കക്ഷി രാഷ്ട്രീയം ഒരു മാധ്യമപ്രവർത്തകന് പാടുണ്ടോ? എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ മാഷ. എൻ്റെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന ആളുകൾ ആ ക്ഷേത്രത്തിൽ പോകാറുമുണ്ട്. എന്ന് വെച്ച് എൻ്റെ വീടിനടുത്തുള്ള എടവനക്കുളങ്ങര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വാര്യരണ്ടി മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലോ പ്രതിഷ്ഠ നടക്കുമ്പോൾ, പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ എൻ്റെ സുഗതൻ മാഷാടെ ഇരുന്നിട്ട് പൂജ ചെയ്യാറില്ല. അയാളാരും വിളിക്കാറുമില്ല. അയാൾക്ക് അയാളുടെ രാഷ്ട്രീയമുണ്ട്, അയാളെ തൊഴിലുണ്ട്, അയാൾ ആ കാര്യം ചെയ്ത് ജനസേവനം നടത്തി പോകുന്നുണ്ട്. അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കുമ്പോൾ, പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി ഇരിക്കുകയാണേ. പ്രധാനമന്ത്രി പൂജ ചെയ്യുന്നു. ഇത് മറ്റെപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ക രാഷ്ട്രീയമാണ്. RSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുടെ പലപ്പോഴും രാജ്യത്ത് നിരോധിക്കപ്പെട്ട, രാജ്യത്തിൻ്റെ പല കുഴപ്പങ്ങളിലും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾ, ആ ക്ഷേത്രം വരുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നിവർ ചേർന്ന് ഒരു സ്ഥലത്ത് പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. അപ്പോൾ അത് രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയമല്ലേ അത് കാണുന്നത്? രാഷ്ട്രീയമാണ് എന്നുള്ള ഞങ്ങളുടെ ചിന്തയെ ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു മീഡിയ സെൻറ്ററിൽ കാണുന്നത്. 100 ക്യാമറകൾ ഉണ്ടാവും അവിടെ. അപ്പം 100 ക്യാമറകളും ഫോക്കസ് ഒരാളിലേക്ക് പോവുകയാണ് ഒരു പ്രത്യേക നിമിഷത്തിൽ. ആ മനുഷ്യൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് എല്ലാ വീഡിയോ വാളുകളിലും, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പം ആഹ്ലാദാരവം മുഴങ്ങുകയാണ് നമ്മുടെ മീഡിയ സെൻറ്ററിൽ. എന്താണ് ശരി, ക്ഷേത്ര വിശ്വാസമാണെങ്കിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായാൽ ആ വിശ്വാസികൾക്ക് ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടാവും. പ്രാണപ്രതിഷ്ഠ നടന്നല്ലോ, ഇനി ഞങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ ആ കരഘോഷം ഉണ്ടാവുന്നത്? രാഷ്ട്രീയമാണ്. അപ്പം അത്രയധികം കക്ഷി രാഷ്ട്രീയം ഒരു മാധ്യമപ്രവർത്തകന് പാടുണ്ടോ? അപ്പോൾ ഒരു വിഭാഗം പറയും പാടുണ്ട്. അപ്പോൾ ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, അതിൽ ശരികേടുകൾ വിളിച്ച് പറയുന്ന ആളുകൾ ഒരുപക്ഷെ അർബൻ നക്സലോ അതല്ലെങ്കിൽ കുഴപ്പക്കാരോ ഒക്കെ വിളിച്ച് അവരെ കളിയാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, നമ്മൾ കാണുന്ന ശരികളെ പറ്റി പറയണം.